ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ മുളകിട്ടതാണ്. മാങ്ങ അച്ചാറെന്ന് ഞാൻ പറയുന്നില്ല, മാങ്ങ മുളകിട്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടത്തരം പഴുത്ത ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ മാങ്ങ കഴുകി ഇട്ട് അരിഞ്ഞതാണിത്. ഇത് ഒരു നല്ല സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ മാങ്ങയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കടുകെണ്ണയാണ്. അപ്പം നമുക്ക് കടുകെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിക്കാം. അപ്പം കടുകെണ്ണ ഞാൻ 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ, എണ്ണ ഒത്തിരി ചേർക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു 2 ടീസ്പൂണോളം വരുന്ന ഇഞ്ചി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ മാങ്ങ അരിയുമ്പോഴത്തേനും കുറച്ച് വലുപ്പത്തിൽ അരിയുക. അപ്പോൾ തീരെ ചെറുതായിട്ട് അരിയേണ്ട, നമ്മൾ കടുമാങ്ങയല്ല ഇടുന്നത്. അപ്പോൾ മാങ്ങ മുളകിട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ മാങ്ങ ചൂടാക്കുന്നൊന്നുമില്ല. അപ്പം വെള്ളം തൊടാതെയാണ്, അതായത് മാങ്ങ കഴുകിയിട്ടാണ് അരിഞ്ഞത്. അപ്പം വെള്ളം ഒട്ടും തന്നെ അതിനകത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു 5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവൊന്നും വരത്തില്ല. അപ്പം കുട്ടികൾക്കും വേണമെങ്കിൽ കഴിക്കാം. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി. അപ്പോൾ ഈ ഉലുവാപ്പൊടി ഒത്തിരി ചേർക്കരുത്, കയ്പ്പ് കൂടുതൽ വരും. അപ്പോൾ കായപ്പൊടി നന്നായിട്ട് ചേർക്കാം, നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം, കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയും മാങ്ങ, എത്രത്തോളം മാങ്ങയുണ്ടോ അതിന് പാകമായിട്ടുള്ള നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഉപ്പ് ഇച്ചിരി കൂടുതൽ വരണം. ഇപ്പം ഞാനിതിന് 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്കിതെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായതേ ഉള്ളൂ, ബ്രൗൺ കളർ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായതേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് ഈ മാങ്ങയിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇടകലർത്തി ഇട്ട് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇളക്കുമ്പോഴത്തേന് അത് നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചോളും മുളക് പൊടി. അപ്പോൾ ഇതൊരു 2 ആഴ്ച എടുക്കത്തില്ല, ഒരു 1.5 ആഴ്ചയോളം അടച്ച് നന്നായിട്ട് എയർ കടക്കാത്തതിന് അത് അടച്ച് വെക്കണം. 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ദയവേത് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒരു 1.5 ആഴ്ചയോളം നല്ല എയർ കിടക്കാത്ത ഒരു കുപ്പിക്കകത്ത് അടച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിതെടുത്ത് 1.5 ആഴ്ച കഴിഞ്ഞാൽ തുറക്കാവുള്ളൂ. അന്നേരത്തേക്കിന് ഇത് നല്ല മെൽറ്റായിട്ടുണ്ടാവും, എല്ലാം നല്ല ടേസ്റ്റാണ്. നമ്മൾ മാങ്ങ ഒന്നും ചൂടാക്കിയിട്ടില്ല, അതിൻ്റെ എല്ലാ വൈറ്റമിൻസ് അതേപോലെ തന്നെ അതിനകത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടാകും ആ സമയത്തിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇത് ഞാൻ 1.5 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്തതാണ് ഈ മാങ്ങ. ഇതുണ്ട്, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതുപോലെ കിട്ടും നമുക്ക്. ആ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ മാങ്ങയിൽ നിറങ്ങിയ ആ പുളി വെള്ളമാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഒരു മാങ്ങയ്ക്കോ മുളകിട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.